കൃപാസനം പത്രം ജൂലൈ 2025 പാർട്ട് 8. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൊല്ലത്തു നിന്നുള്ള റെജീനയുടെ സാക്ഷ്യം. ഉടമ്പടി ഉൾപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ നടന്ന അത്ഭുതം. രക്തസ്രാവമുള്ള രോഗി ഈശോയുടെ അങ്കിയിൽ തൊട്ടപ്പോൾ സുഖപ്പെട്ടതുപോലെ മകൾക്ക് രോഗസൗഖ്യം കിട്ടി. എൻ്റെ വസ്തുവിനോട് ചേർന്ന് കിടക്കുന്ന 1 സെന്റ് സ്ഥലം വാങ്ങുന്നതിന് 7 വർഷമായി ആഗ്രഹിക്കുന്നു. അതിൻ്റെ പണം കൊണ്ടുപോയി കയ്യിൽ കൊടുത്തിട്ടും എനിക്കത് തരില്ല എന്ന് പറഞ്ഞ് അവർ പണം തിരികെ തന്നിട്ട് പോയി. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് വെഞ്ചരിച്ച ഉപ്പ് ആ വസ്തുവിലിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി എല്ലാ ദിവസവും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ വ്യക്തി ഇങ്ങോട്ട് വിളിച്ചിട്ട്, റെജീന, ആ വസ്തു നിനക്ക് തന്നേക്കാം, പൈസ ഉടനെ തരണം എന്ന് പറഞ്ഞു വിളിച്ചു. അങ്ങനെ ആ വസ്തു എനിക്ക് വാങ്ങാൻ സാധിച്ചു. കൂടാതെ എനിക്ക് 15 വർഷമായി വേരിക്കോസിന്റെ അസുഖമുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി തൈലം വിശ്വാസപ്രമാണം ചൊല്ലി പുരട്ടുകയും വെഞ്ചരിച്ച ഉപ്പ് കാലിൽ പുരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായി എനിക്ക് സൗഖ്യം ലഭിച്ചു. എറണാകുളം വരാപ്പുഴയിൽ നിന്നുള്ള ടാനിയയുടെ സാക്ഷ്യം. ആദ്യം ഉടമ്പടിയിൽ ഉടനടി അനുഭവം കിട്ടി. 2000 പേരിൽ നിന്ന് 4 പേരെ തിരഞ്ഞെടുത്തതിൽ ഞാനും ഉണ്ടായിരുന്നു. ഞാൻ 2 വർഷമായി ഫ്രാൻസിൽ ഉപരിപഠനത്തിന് പോകുന്നതിന് ശ്രമിച്ചിട്ട് തടസ്സങ്ങളായിരുന്നു. അതിനുശേഷം എൻ്റെ സുഹൃത്ത് വഴി സ്ലൊവേനിയ എന്ന കൺട്രിയെ കുറിച്ച് കേൾക്കുകയും യൂണിവേഴ്സിറ്റിയുടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇന്റർവ്യൂ പാസ്സായി ഓഫർ ലെറ്റർ വന്നു. 2024 ജൂണിനുള്ളിൽ കയറിപ്പോകാൻ പറ്റുമെന്ന് ഏജൻസി പറഞ്ഞിരുന്നു. പക്ഷെ അതിനുശേഷം ഒരനക്കവുമില്ലായിരുന്നു. അമ്മ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി വീണ്ടും ഡൽഹിയിൽ വെച്ച് ഇന്റർവ്യൂ നടന്നു. 2000 പേരിൽ നിന്ന് 4 പേരെ സെലക്ട് ചെയ്തതിൽ ഒരാൾ ഞാനായിരുന്നു. അതിനുശേഷം എനിക്ക് സ്ലൊവേനിയയിലേക്ക് പോകുന്നതിന് സാധിച്ചു. കൂടാതെ അമ്മയുടെ സ്ഥലം കുറെ വർഷങ്ങളായി വിൽക്കാൻ നോക്കിയിട്ട് തടസ്സങ്ങളായിരുന്നു. വെഞ്ചരിച്ച ഉപ്പ് വിതറി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി സ്ഥലം നല്ല വിലയ്ക്ക് വിൽക്കാൻ സാധിച്ചു. കൊച്ചി തോപ്പുംപടിയിൽ നിന്നുള്ള റിനി ജെർസന്റെ സാക്ഷ്യം. ആഴത്തിലുള്ള വേരോടുകൂടിയ കുരുക്കൾ ശരീരത്തിലുണ്ടായിരുന്ന മകൾക്ക് ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ച അത്ഭുതം. എൻ്റെ ശരീരം മുഴുവൻ ആഴത്തിലുള്ള വേരുകളോടുകൂടിയ കുരുക്കൾ വന്ന് വളരെ അസ്വസ്ഥതയായിരുന്നു. സർജറി ചെയ്താണ് 1-2 കുരുക്കൾ എടുത്തിരുന്നത്. എല്ലാം കൂടി ഒരുമിച്ചെടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് മാറ്റിവെച്ചിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കുരുക്കളെല്ലാം മാറിക്കിട്ടി. കൂടാതെ എനിക്ക് കഴുത്ത് കുമ്പിടാൻ പറ്റില്ലായിരുന്നു. കഴുത്തിനും ഷോൾഡറിനും ശക്തമായ വേദനയായിരുന്നു. ഞാൻ ഉടമ്പടി ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എനിക്ക് ആ വേദന ഇപ്പോൾ ഇല്ല. എല്ലാ ജോലികളും ചെയ്യാൻ സാധിക്കുന്നു. കൂടാതെ 1 വർഷം മുമ്പ് എനിക്ക് സ്ട്രോക്ക് വന്ന് മുഖവും ഒരു വശവും മരവിച്ച പോലെയായി. ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചുവെങ്കിലും വേദനയ്ക്ക് കുറവില്ലായിരുന്നു. മരണം വരെ മരുന്ന് കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ പരിശുദ്ധ അമ്മയോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി സൗഖ്യം ലഭിച്ചു. തൃശൂരിൽ നിന്നുള്ള സിജി ജോണിന്റെ സാക്ഷ്യം. രണ്ടാമതൊരു കുഞ്ഞുണ്ടാകാൻ ആഗ്രഹിച്ചപ്പോൾ 2 തവണ അബോർഷനായിപ്പോയി. ഡോക്ടർ ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. എനിക്കൊരു കുഞ്ഞുണ്ടായ ശേഷം വീണ്ടും ഒരു കുഞ്ഞിനു വേണ്ടി ശ്രമിച്ചുവെങ്കിലും 2 പ്രാവശ്യം അബോർഷനായിപ്പോയി. ഡോക്ടറെ കണ്ടപ്പോൾ അബോർഷൻ ആകാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും ഉടമ്പടി തൈലവും വെഞ്ചരിച്ച ഉപ്പും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ ഉടമ്പടി കാലയളവ് തീരുന്നതിന് മുമ്പ് 3-ാം മാസം ഞാൻ പ്രഗ്നന്റ് ആയി. ഒരു പെൺകുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. കുഞ്ഞുണ്ടായ ശേഷം കുഞ്ഞിന്റെ ശ്വാസകോശത്തിലെ രക്തക്കുഴലുകൾ മാറിക്കിടക്കുകയായിരുന്നു. ഡോക്ടർ സർജറി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് സർജറി വിജയകരമായി നടക്കുകയാണെങ്കിൽ കുഞ്ഞുമായി വന്ന് സാക്ഷ്യം പറയാമെന്ന് നേർന്നതിന്റെ ഫലമായി സർജറി നന്നായി നടന്നു. കുഞ്ഞ് സുഖമായിരിക്കുന്നു. കോട്ടയം പുതുപ്പള്ളിയിൽ നിന്നുള്ള വിജയമ്മയുടെ സാക്ഷ്യം. ഞരമ്പിന് ബ്ലോക്ക് വന്ന് ആടി പോകുന്ന അവസ്ഥയായിരുന്നു എൻ്റേത്. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് ചെയ്തു തന്നത്. എനിക്ക് ഞരമ്പിന് ബ്ലോക്കായി ആടി പോകുന്ന അവസ്ഥയായിരുന്നു. 6 മാസമായിട്ടും ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. ഡോക്ടറെ കണ്ടപ്പോൾ ന്യൂറോയെ കാണിക്കണമെന്നും അവിടെ ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ കൈക്കും തുടയുടെ അവിടുന്ന് താഴോട്ട് ഞരമ്പിനകത്ത് ബ്ലഡ് ഓട്ടം തീരെ കുറവാണെന്നും കുറെ മരുന്നുകൾ കഴിക്കണമെന്നും പറഞ്ഞു. ഒരുപാട് മരുന്ന് കഴിച്ചെങ്കിലും കുറവില്ലായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ലഭിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എനിക്കിപ്പോൾ പൂർണ്ണ സൗഖ്യം ലഭിച്ചു.
കൂടാതെ എൻ്റെ മകന് അലർജി മൂലം ചുമയും കഫക്കെട്ടുമുണ്ടായിരുന്നു. വെഞ്ചിരിച്ച ഉപ്പും ഉടമ്പടി തൈലവും കൊടുത്തതിന്റെ ഫലമായി സൗഖ്യം ലഭിച്ചു. മംഗലാപുരത്തു നിന്നുള്ള മിനി സന്തോഷിന്റെ സാക്ഷ്യം. നിങ്ങൾ കിടപ്പിലാകുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. സ്വപ്നത്തിൽ മാതാവ് കാണിച്ചു തന്ന സന്ദേശമനുസരിച്ച് പ്രവർത്തിച്ചപ്പോൾ നടന്ന അത്ഭുതം. ഞാൻ CRPFൽ ജോലി ചെയ്തിരുന്ന സമയത്ത് 2ാമത്തെ നിലയിൽ നിന്ന് താഴോട്ട് വീണു. എനിക്ക് സ്പൈനൽ കോഡിന് പ്രശ്നമുണ്ടാവുകയും കഴുത്തിന് വേദനയും തലയ്ക്ക് പുകച്ചിലും മറവിയും ഉണ്ടായി. ഡോക്ടർ പറഞ്ഞത് കഴുത്തിന്റെ C3യുടെ അവിടെ ഞരമ്പ് വളഞ്ഞ് ബൾജായി എല്ലിനകത്ത് കയറി കിടക്കുകയാണ്, ബ്ലഡ് സർക്കുലേഷൻ കുറവാണെന്ന് പറഞ്ഞു. മാഡം സർവീസിൽ നിന്ന് പോകുന്നില്ലെങ്കിൽ 5 വർഷത്തിനുള്ളിൽ കിടപ്പിലാകുമെന്ന് ഡോക്ടർ പറഞ്ഞു. 4 വർഷമായി 21 ടാബ്ലറ്റ് വരെ ഒരു ദിവസം എടുക്കുമായിരുന്നു. ജോലിയിൽ നിന്ന് 20 വർഷമായ സമയത്ത് VRS എടുത്തു പോന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. 4 വർഷമായി എനിക്കുണ്ടായിരുന്ന ഉപ്പൂറ്റി വേദനയും വെഞ്ചരിച്ച ഉപ്പും ഉടമ്പടി തൈലവും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി മാറിക്കിട്ടി. തൃശൂരിൽ നിന്നുള്ള ജെൻസിയുടെ സാക്ഷ്യം. റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ ബൈക്കിടിച്ച അമ്മ മുകളിലേക്ക് ഉയർന്നു പൊങ്ങി. ഓപ്പറേഷൻ വേണ്ടിവരുമെന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും 4ാം ദിവസം ഡിസ്ചാർജായി. ഉടമ്പടിയിലെ അസാധാരണ ദൈവാനുഭവം. എൻ്റെ അമ്മ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ അമിതമായ സ്പീഡിൽ വന്ന ഒരു ബൈക്ക് അമ്മയെ ഇടിച്ചു തെറിപ്പിച്ച് അമ്മ മുകളിലേക്ക് ഉയർന്നു പൊങ്ങിയിട്ട് താഴെ വന്ന് മലർന്നടിച്ചു വീണു. തലയുടെ പുറകിലെ ഓക്സിപിറ്റൽ ബോൺ ഫ്രാക്ചറായി ഓർമ്മ നഷ്ടപ്പെട്ട് ബ്ലീഡിംഗ് ആയി ഹോസ്പിറ്റലിൽ എത്തിച്ചു. ബ്ലീഡിംഗ് കൂടിക്കഴിഞ്ഞാൽ അത് പാട പോലെ കെട്ടും. അത് സർജറി ചെയ്ത് എടുത്തു കളയണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾ ഉടമ്പടി തൈലം അമ്മയുടെ നെറ്റിയിൽ പുരട്ടുകയും വായിൽ ഇറ്റിച്ചു കൊടുക്കുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുകയും സാക്ഷ്യം പറയാമെന്ന് നേരുകയും ചെയ്തു. അതിനുശേഷം അമ്മയ്ക്ക് സർജറി ഒഴിവായി കിട്ടുകയും ഓർമ്മ തിരിച്ചു കിട്ടുകയും ചെയ്തു. 4ാം ദിവസം അമ്മയെ ഡിസ്ചാർജ് ചെയ്തു. ഒരു കുഴപ്പവും കൂടാതെ വീട്ടിലെത്താനും സാധിച്ചു. കടുത്തുരുത്തി മുട്ടുച്ചിറയിൽ നിന്നുള്ള നീനു തോമസിന്റെ സാക്ഷ്യം. വിദേശത്ത് പോകാൻ ഇന്റർവ്യൂ പാസ്സായാലും ഓഫർ ലെറ്റർ വരുമായിരുന്നില്ല. ഒരു ദിവസം കുർബാനയ്ക്ക് പങ്കെടുക്കുമ്പോൾ സുഗന്ധാഭിഷേകമുണ്ടായി. ശേഷം 40 എന്ന സംഖ്യ കിട്ടി. ഒരു നേഴ്സായ ഞാൻ വിദേശത്ത് പോകുന്നതിന് പല ഇന്റർവ്യൂകൾ പാസ്സായെങ്കിലും ഓഫർ ലെറ്റർ വരുമായിരുന്നില്ല. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു. അതിനുശേഷം ഞാൻ ബഹ്റൈൻ MOHലേക്ക് അപ്ലൈ ചെയ്തു. ഇന്റർവ്യൂ പാസ്സായി. 2.5 വർഷത്തെ ഗ്യാപ്പ് എനിക്കുണ്ടായിരുന്നതിനാൽ അത് ഫിൽ ചെയ്യാതെ പോകാൻ സാധിക്കില്ലെന്ന് പറഞ്ഞു. ഞാൻ പരിശുദ്ധ അമ്മയോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ UK ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഒരു ദിവസം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന സമയത്ത് എനിക്ക് മുല്ലപ്പൂവിന്റെ അഭിഷേകമുണ്ടായി. അതിനുശേഷം എൻ്റെ ചെവിയിൽ 40 എന്ന സംഖ്യ പറഞ്ഞു തരുന്നതായി തോന്നി. 40ാം ദിവസം ഞാൻ സെലക്റ്റഡ് ആയി എന്ന് പറഞ്ഞ് മെയിൽ വരികയും ഓഫർ ലെറ്റർ വരികയും COS വരികയും ചെയ്തു. എനിക്ക് വിസ അടിച്ചു കിട്ടുകയും UK പോകുന്നതിനും പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. പാലിയേക്കര ചിറ്റിശ്ശേരിയിൽ നിന്നുള്ള മേഴ്സിയുടെ സാക്ഷ്യം. ഫുഡ് പോയ്സണിംഗ് വന്ന് പരിശോധനയിൽ 2 കിഡ്നിയും പോയി എന്നാണ് റിപ്പോർട്ട് വന്നത്. ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ നടന്ന അത്ഭുതം. 2022 എനിക്ക് ഫുഡ് പോയ്സണിംഗ് വന്ന് വയറിളക്കവും ഛർദിയും വിറവലുമായി ഡോക്ടറെ കണ്ട് ഇഞ്ചക്ഷൻ എടുത്ത് വീട്ടിലേക്ക് പോന്നു. പിറ്റേ ദിവസവും വിറവൽ മാറാതെ പോയി ഡോക്ടറെ കണ്ട് ഗ്ലൂക്കോസ് ഇട്ട് വീട്ടിലേക്ക് പോന്നു. 3ാം ദിവസവും അത് തന്നെ ചെയ്തു. അതിനുശേഷം ടെസ്റ്റ് ചെയ്തപ്പോൾ ശരീരം മുഴുവൻ അണുക്കളായെന്നും അത് 2 കിഡ്നിയെയും ബാധിച്ചുവെന്നും പറഞ്ഞു. മറ്റൊരു ഹോസ്പിറ്റലിലെത്തി ടെസ്റ്റ് ചെയ്തപ്പോൾ ശരീരത്തിൽ വെള്ളമില്ല, ഷുഗറില്ല, പ്രഷറില്ല, ക്രിയാറ്റിൻ കൂടി. 2 ദിവസം ICUവിൽ അഡ്മിറ്റായി. ക്രിയാറ്റിൻ കുറഞ്ഞപ്പോൾ ഡിസ്ചാർജ് ആയി പോന്നു. പിന്നെ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് എനിക്കൊരു കുളിർ അനുഭവപ്പെട്ടു. ഞാൻ എല്ലാ മാസവും മുടങ്ങാതെ കൃപാസനത്തിൽ വന്നുകൊള്ളാമെന്ന് നേർന്നു. എനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു.